സുഹൃത്തുക്കളെ, കേരളമാകെ, രാജ്യമാകെ മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത ചർച്ച ചെയ്യപ്പെടുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വയനാട് മടുക്കയിലും ഒപ്പം തന്നെ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ കവർന്നെടുക്കുന്നു. അത് എത്രയാണ് മരണപ്പെട്ടവർ എന്ന് പോലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിലയിലേക്കുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ നിമിഷത്തിലാണ് നമ്മൾ ഈ ചിന്തകളിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും കൂടുതൽ കാര്യങ്ങളിലേക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു നിലയിലാണ് ഉള്ളത്. അത് മലയാളിയുടെ ഓരോരുത്തരുടെയും മനസാക്ഷി അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിലിരുന്നു കൊണ്ട് നമ്മൾ കാണുന്ന വാർത്തകൾ വേദനിപ്പിക്കുന്നതാണ്. ഒരുപാട് മനുഷ്യർ നിസ്സഹായരായി കഴിയുന്നു. ഉറ്റവരെവിടെയെന്നറിയാതെ കഴിയുന്ന സാഹചര്യമൊക്കെയാണ് തുടക്കത്തിൽ കണ്ടത്. പിന്നെ ഒടുവിൽ സൈന്യത്തിൻ്റെ വലിയൊരു രക്ഷാദൗത്യം, നമ്മൾ രാജ്യത്ത് തന്നെ നടന്നതിൽ ഏറ്റവും വലിയൊരു രക്ഷാദൗത്യത്തിന് കൂടി നമ്മൾ സാക്ഷികളാകുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങളെ കൂടാതെ ഇത്തരം മേഖലകളിൽ ഒരുപക്ഷെ സൈന്യം ഈ രക്ഷാദൗത്യം മുന്നിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സൈന്യത്തിൻ്റെ, പ്രത്യേകിച്ച് വായുസേനയുടെ അടക്കം ഹെലികോപ്റ്റർ അവിടെ ഒരു ഹെലിപ്പാഡ് പോലും ഇല്ലാത്തടത്ത് താഴെ ഇറങ്ങി മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച ഈ വലിയ നിരാശയ്ക്കിടയിലും ഈ വലിയ വിഷമങ്ങൾക്കിടയിലും നമ്മളെ ഓരോരുത്തരെയും ഒരല്പം പ്രതീക്ഷയോടെ നമ്മൾ ഈ സംഭവത്തിൽ ആകെ കണ്ട ചില കാഴ്ചകൾ അതാണ്. കയറിന്മേൽ ഞാന്ന് വലിഞ്ഞുകൊണ്ട് സൈനികർ ഈ വലുതായി ഒഴുകിപ്പോകുന്ന വലിയ ഒഴുക്കിനെ മറികടന്നുകൊണ്ട് അക്കരെ എത്തുകയും അവിടെ നിന്ന് നിരവധി ആളുകളെ രക്ഷാദൗത്യത്തിലൂടെ ഇങ്ങേ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നു. അവർക്ക് ആരോഗ്യവകുപ്പ് വിവിധ ആശുപത്രികളിൽ സൗകര്യങ്ങളും ചികിത്സയും ഒക്കെ നൽകുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് മലയാളിയുടെ ഒരു ഒരുമ വീണ്ടും കാണുന്നു. മലയാളിക്ക് ജാതിയും മതവും ഒന്നുമില്ല. മലയാളി എന്ന വികാരം, അത് ഇന്ത്യക്കാരനെന്ന വികാരം, ആ വികാരത്തിൽ നിന്നുകൊണ്ട് അവരോരോരുത്തരും ഓടിയെത്തുന്നു. കേരളം ഒന്നാകെ വയനാടിനെ സഹായിക്കാനുള്ള വലിയ ശ്രമങ്ങളുമായി മുന്നേറുന്നു. എല്ലായിടത്തും കളക്ഷൻ സെൻ്ററുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യർക്ക് വേണ്ടതെല്ലാം എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. തൊട്ടിപ്പുറത്ത് അയൽ സംസ്ഥാനമായ തമിഴ്നാട് 5 കോടി രൂപ നൽകി സഹായിക്കുന്നു. കേന്ദ്ര സർക്കാർ വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പ് നൽകുന്നു. ആശ്വാസകരമായ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നു. കേന്ദ്രമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു. അങ്ങനെ സൈനിക നടപടികൾ അതിവേഗത്തിലെത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും വേണ്ട നടപടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലാ ഭരണകൂടം നടപടികൾ തുടർന്നു. വിവിധ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഈ മനുഷ്യർക്ക് താങ്ങാകുന്ന കാഴ്ചയാണ്. ഇതൊരു പുതിയ കാഴ്ചയല്ല മലയാളിയെ സംബന്ധിച്ച്. 2018 മഹാപ്രളയ സമയത്തും തുടർന്ന് ഓരോ വർഷവും ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളിലുമെല്ലാം കണ്ടിട്ടുള്ള കാഴ്ചകൾ ഇത് തന്നെയാണ്. കവളപ്പാറയിലും ഒപ്പം തന്നെ ഇപ്പുറത്ത് പെട്ടിമുടിയിലുമൊക്കെ വലിയ ദുരന്തമുണ്ടാകുമ്പോൾ, പുത്തുമലയിലുമൊക്കെ വലിയ ദുരന്തമുണ്ടാകുമ്പോൾ, കൂട്ടിക്കൽ ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോഴൊക്കെ മലയാളി ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തെങ്കിലും വേദനയോടെ ഓർക്കുകയാണ് മറ്റു പല കാര്യങ്ങളും. എന്തുകൊണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവമുണ്ടായ മുണ്ടക്കൈ അപകടം നിറഞ്ഞ മേഖലയാണ്. അതായത് അവിടെ ജനവാസം പാടില്ല എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ മനുഷ്യർ താമസിക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ വാർത്തകൾ കാണുമ്പോൾ ഈ മുണ്ടക്കൈയെപ്പറ്റി സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കണ്ടത് അതിൻ്റെ തലേ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലും ഒപ്പം തന്നെ മനോരമ ന്യൂസിലുമൊക്കെ വിവിധ ചാനലുകളിൽ കണ്ട ചില വാർത്തകളാണ്. അതായത് മുണ്ടക്കൈയിൽ അതിതീവ്ര മഴയാണെന്നും അവിടെ അതിശക്തമായ വെള്ളപ്പാച്ചിലാണ് ഉണ്ടാകുന്നതെന്നും ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. പല മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന നാട്ടുകാരുടെ അടക്കം പ്രതികരണം വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്, നാട്ടുകാരെ മാറ്റി പാർപ്പിക്കേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഈ ചൂരൽമല അങ്ങനെ ഒരു പ്രദേശമായിരുന്നില്ല എന്നുള്ളതാണ്. മുണ്ടക്കൈയിൽ നിന്നുണ്ടായ വലിയ ഉരുൾപൊട്ടൽ, മുണ്ടക്കൈയാണ് ഇതിൻ്റെ പ്രഭവസ്ഥാനം,
അവിടെ നിന്നുണ്ടാകുന്ന വലിയ ഉരുൾപൊട്ടൽ ചൂരൽ മല വഴി ഒലിച്ച് അവിടെയുള്ള വീടുകളെല്ലാം എടുത്തുകൊണ്ടാണ് പോയത് എന്നുള്ളതാണ്. അതാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പോലും മൃതദേഹം കണ്ട് ഒഴുകിയെത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതായത് മുണ്ടക്കയെ സംബന്ധിച്ച് കൃത്യമായൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവിടുന്ന് കുറേ പേരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നെയും അവിടെ ആളുകൾ ബാക്കിയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൂട്ടിക്കൽ ദുരന്ത സമയത്തടക്കം സമാനമായ രീതിയിൽ, അതായത് പിന്നീട് ഓരോ ദുരന്തത്തിന് മുന്നറിയിപ്പ് വരുന്ന സമയത്തും ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ചില മനുഷ്യർ അത് അവഗണിച്ച് അവിടെ നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഭരണകൂടങ്ങൾ ഒരു അനൗൺസ്മെൻറ്റിൽ ഒതുക്കി അതിനപ്പുറത്തേക്ക് നിർബന്ധപൂർവ്വം ആളുകളെ മാറ്റാത്ത നിലയും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. രണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ അവിടെ മനുഷ്യർ അതിന് ഇരയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൻ്റെ പരിസ്ഥിതി ലോല മേഖലയിൽ പശ്ചിമഘട്ടത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ ഇനി സാധാരണ സംഭവമായിരിക്കും. അവിടെ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് ഈ മനുഷ്യരെ എല്ലാ വർഷവും ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ കഴിയുമോ? അവിടെയാണ് വീണ്ടും പലരും മാധവ് ഗാഡ്ഗിലിനെയും PT തോമസിനെയും ഒക്കെ ഓർമ്മിക്കുന്നത്. 2013 ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് നടപ്പാക്കിയില്ലെങ്കിൽ ഒരു 4-5 വർഷം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇതിൻ്റെ വലിയ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും, നിങ്ങൾ കാണും എന്ന്. PT തോമസും സമാനമായ രീതിയിൽ പറഞ്ഞു. ആരാണ് കള്ളം പറയുന്നതെന്ന് പിന്നീട് തെളിയിക്കപ്പെടും. നുണപ്രചരണം ആര് നടത്തുന്നുവെന്ന് തെളിയിക്കപ്പെടും. അതേ PT തോമസിൻ്റെ ശവഘോഷയാത്ര നടത്തിയവരാണ് നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരടക്കമുള്ള വിഭാഗങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗാഡ്ഗിലിനെയും PT തോമസിനെയും ഒക്കെ നമ്മൾ ഇപ്പോഴും കാര്യമായി എടുക്കുന്നില്ല. പല സൈബർ സഖാക്കളും പരിഹാസത്തോടെ എഴുതുന്നത് കണ്ടു, ഇനിയിപ്പോൾ PT തോമസിൻ്റെയും ഗാഡ്ഗിലിൻ്റെ ഫോട്ടോ ഉടൻ സോഷ്യൽ മീഡിയയിൽ നിറയുക തന്നെ ചെയ്യും. കാരണം അവർ പറഞ്ഞതാണ് സത്യം. ഈ മനുഷ്യരെ ഇത്തരം മേഖലകളിൽ നിന്ന് കുടി ഒഴിപ്പിച്ച് മറ്റൊരു സാധ്യമായ സ്ഥലത്ത് അവർക്ക് പുനരധിവാസം ഒരുക്കിയില്ല എങ്കിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടും. അതൊരു ദുരന്തത്തിലല്ല അവസാനിക്കുന്നത്, തുടർച്ചയായ ദുരന്തങ്ങൾ അത് തന്നെയാണ് തെളിയിക്കുന്നത് എന്നുള്ളതാണ്. ഓരോന്നും 100 പേരുടെയൊക്കെ മരണമാണ് പല ദുരന്തങ്ങളിലും ഉണ്ടാകുന്നത് എന്നുള്ളത് എത്രത്തോളം ആഴമുള്ളതാണ് ഈ സംഭവങ്ങൾ എന്നുള്ളതാണ്. ഇനിയെങ്കിലും സർക്കാർ ഇതിനെ തിരുത്താൻ തയ്യാറാകുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് തോന്നില്ല. ഒരു വശത്ത് മുല്ലപ്പെരിയാർ വലിയ വേദനയായി, ആശങ്കയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇനി പറയേണ്ടതെന്നറിയില്ല. ഇനിയെങ്കിലും തിരുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കൂടുതൽ മരണങ്ങൾ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.